എല്ലാവർക്കും ഒക്ലാറ്റയിലേക്ക് സ്വാഗതം. അല്ല, ഇതെത്താപ്പ നമ്മളെ മലയാള സിനിമക്ക് പറ്റിയേ? ഇപ്പൊ ഇറങ്ങണ എല്ലാ മലയാള സിനിമയും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഇതെത്താ കാരണം അതിനിപ്പോ കാരണം എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാല് ഈ റിവ്യൂവേഴ്സ് വന്നതിന് ശേഷം ആണ് മലയാള സിനിമക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് കുറച്ച് മുന്നേ വരെ അല്ലേ നമ്മളെല്ലാവരും കണ്ടു ഈ റിവ്യൂവേഴ്സിന് സിനിമാക്കാര് ഇങ്ങനെ ഓല് അത്രയും പൈസ മുടക്കി ചെയ്യണ ഫിലിംസ് ആണ്, അതിനെ എങ്ങനെ കുറ്റം പറയരുത് അത് പറയരുത് അങ്ങനെയൊക്കെ നമ്മൾ കേട്ട്. സത്യം പറഞ്ഞാല് നമ്മളെ പൈസയും അതിലേറുപരി നമ്മുടെ ടൈം അല്ലെ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ, ഓലൊക്കെ ഇടവേള എടുത്തിട്ടല്ല ഇതിന് വരുന്നത്. അതൊക്കെ നമുക്ക് ലീവാക്കിയിട്ടായിരിക്കും പടം കാണാൻ വരിക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ വേണം. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണം വിചാരിക്കും അല്ലെ, അത് ഏത് ചീഞ്ഞ പ്രൊഡക്റ്റ് ഇറക്കിയാലും ഇതൊക്കെ മതി അല്ലെ, ഇതൊക്കെ മതി എന്നുള്ളൊരു മൈൻഡാണ്. അതായത് നമ്മൾ കാണുന്ന പോലെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാണ് അവർ ചെയ്യണത്. അതൊക്കെ മാറി കിട്ടിയത് ഇപ്പോ അല്ലെ, പച്ചക്ക് തുറന്ന് പറയാൻ തുടങ്ങിയ വ്യൂവേഴ്സ് ഒക്കെ എന്താ പറയാ, മോശമാണെന്നുണ്ടെങ്കിൽ മോശം, നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ മലയാള സിനിമക്ക് അല്ലെ, മലയാള സിനിമ ഇറക്കുന്ന ആൾക്കാർക്ക് വന്ന ആ ഭയം, അതാണ് ഇപ്പോ മലയാള സിനിമ മെച്ചപ്പെടാനും ഇപ്പൊ അടിപൊളി ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്. അത് വരാനുള്ള കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമക്ക് സ്ഥിരത ഉണ്ട്. അതല്ല കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് വന്ന ഭയം അല്ലെ. അതുകൊണ്ട് തന്നെ as soon as possible എന്ന് നമുക്ക് നല്ല ഫിലിംസ് വാച്ച് ചെയ്യാം. ഇനി കണ്ട ചപ്പ് ചവറ് പടമൊന്നും വരുന്നുണ്ടാവില്ല. അതായത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വില കൽപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭയം അല്ലെ, ഇവർക്കുണ്ടായ ഈ ഒരു ഭയം, അതാണ് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കും വരേണ്ടത്.